കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു, ചന്ദ്രമതിക്കാണെങ്കിൽ ആകെപ്പാടെ സമനിലറ്റിയ അവസ്ഥയാണ്. ചന്ദ്രമതി അങ്ങനെ നേരെ ബാമേനെ കാണാനായിട്ട് ചെല്ലുവാണ്. ബാമേനെ കണ്ടു കഴിഞ്ഞിട്ട് തന്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറയുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാമ പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യ, നീ ഇനിയിപ്പം മര്യാദയ്ക്ക് അവിടെ വന്നിട്ട് കാര്യമുള്ളൂ. ഇനി എന്തേലും നീ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ വർഷ ശ്രീകാന്തനെ കൂട്ടി വർഷയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ട് നിൽക്കണം. 3 മരുമോളാ നിനക്കിപ്പോൾ ഉള്ളതെന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. രേവതി അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ട്. അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. ഉറപ്പായിട്ടും കണ്ടു അവളെ അവനെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. സച്ചിനെ രേവതിനെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം വീട്ടിലൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം. അതൊക്കെ നടക്കുന്ന കാര്യമാണോ ചന്ദ്രനെ ചോദിക്കും. എന്തുകൊണ്ട് നടക്കില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞ് ചന്ദ്രമതി വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയപ്പം രേവതി പതിവ് പോലെ അടുക്കളയിൽ കയറി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി അടുക്കളയിലേക്ക് വന്നു. അതെ രേവതി കറണ്ട് ഇല്ലല്ലോ എന്ന് പറയാം. ആ അതെ കറണ്ടില്ലമ്മേ, ഇത് പറയാനാണ് അമ്മ അടുക്കളയിലേക്ക് വന്നേന്ന് ചോദിക്കും. ഞാനത് പറയാൻ വേണ്ടി വന്നതല്ല. പിന്നെ അതെ വർഷയ്ക്ക് കുളിക്കണം, രാവിലെ വർഷയ്ക്ക് ജോലിക്ക് പോകണല്ലോ അല്ലേ, അപ്പൊ ചൂടുവെള്ളം വെക്കണമെന്ന് പറയണം. അതമ്മേ ഞാന് എന്താ നിനക്ക് പറ്റില്ലേന്ന് ചോദിക്കാം. ശരി വെക്കാന്ന് പറയണം. പിന്നീട് രേവതി വർഷയ്ക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചു ചൂടുവെള്ളം എടുത്തുകൊണ്ടേ അങ്ങോട്ട് ടേബിളിൽ അങ്ങോട്ട് വെക്കുവാണ്. വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വർഷ അങ്ങോട്ട് വന്ന് അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, നീ എന്തത് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നേ, നിനക്കത് ബാത്റൂമിൽ കൊണ്ടു കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അല്ലമ്മേ അത് ഞാൻ അതെ വർഷ എടുക്കാൻ തുടങ്ങി. വർഷയോട് പറഞ്ഞു, മോൾ എടുക്കണ്ട, അതൊക്കെ ഇവള് കൊണ്ടേ തന്നോളൂ, കൊണ്ടേ കൊടുക്കാൻ പറയണം. രേവതി അത് കൊണ്ടേ ബാത്റൂമിലേക്ക് ഒഴിക്കണം. പെട്ടെന്ന് വർഷം പറഞ്ഞു, അതെ എനിക്കൊന്നും ശീലമുള്ള കാര്യമല്ല, ചിലപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താഴെ വീഴും, ദേഹമൊക്കെ പൊള്ളും, അതുകൊണ്ടാ താങ്ക്സ് കേട്ടോ രേവതി എടുത്തിന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. പിന്നീട് രേവതി അങ്ങോട്ട് വരുവാണ്. അപ്പൊ സച്ചി ഹാളിൽ ഇരിക്കുന്നുണ്ട്. സച്ചി ഇതെല്ലാം കാണുന്നതും കേൾക്കുന്നുണ്ട്. രേവതിയോട് ആജ്ഞാപിക്കുന്നു, രേവതി കൊണ്ടേ കൊടുക്കുന്നതൊക്കെ. പിന്നീട് രേവതി അടുക്കളയിലേക്ക് ഒന്ന് വീണ്ടും പണി തുടങ്ങണം. അപ്പത്തേനും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അതെ ഇനിയിപ്പം ശ്രുതിക്ക് വെള്ളം വെക്കണം, അവളിപ്പൊ തന്നെ വരും, അവൾക്ക് ഇനി ജോലിക്ക് പോകണ്ടെന്ന് പറയണം. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അമ്മ വെള്ളം വെച്ചിട്ടുണ്ട്, പക്ഷെ അതിപ്പോ അച്ഛൻ നടക്കാൻ പോയിട്ട് വരും, അച്ഛനെ കുളിക്കാൻ വെള്ളം വേണ്ടെന്ന് ചോദിക്കാം. അതെ അച്ഛനിപ്പോ കുളിച്ചിട്ട് ഒരിടത്തേക്കും പോകുന്നില്ലോ, റിട്ടയർ ആയ മനുഷ്യനാ, അങ്ങേര് വെറുതെ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാ. ശ്രുതി അങ്ങനെയല്ല, ശ്രുതിക്ക് രാവിലെ ബ്യൂട്ടി പാർലറിലേക്ക് പോകണ്ടെന്ന് പറയാം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, അവൾക്കുള്ള വെള്ളം വെച്ചാൽ മതി എന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ശ്രുതി അങ്ങോട്ട് വരുന്നേ. ശ്രുതിനെ കണ്ട ചന്ദ്രമതി, നീ അങ്ങോട്ടാണ്? അമ്മേ ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാന്ന് പറയണം. ഓ ആണോ? പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അമ്മേ ഞാൻ എക്സസൈസ് ചെയ്ത് വരുമ്പോഴത്തേനും എനിക്ക് കുറച്ച് വെള്ളം വെച്ചേക്കണം എന്ന് പറയണം. എന്തിന്? എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണം എന്ന് പറയാം. ഓ ഭയങ്കര തണുപ്പാണല്ലോ അല്ലേ. ഇപ്പൊ രേവതി അങ്ങോട്ടൊന്ന് രേവതിയോട് പറഞ്ഞു, അതെ ഇവനെ കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതി ഇങ്ങനെ നോക്കി സുധീനെ. പിന്നീട് രേവതി പറഞ്ഞു, എന്നെ കൂടെ പറ്റില്ല അമ്മയെന്ന് പറയണം. എന്താ പറ്റില്ലാത്തെ? ഞാൻ വെച്ച് കൊടുക്കില്ല, ഇയാളുടെ കാര്യമൊന്നും ഞാൻ നോക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതല്ലേ, ഞാൻ സുധിയുടെ കാര്യങ്ങളൊന്നും നോക്കില്ല എന്ന് പറയണം. അത് കേട്ടൻ ചന്ദ്രമതിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണെന്ന് ചോദിക്കും. മര്യാദയ്ക്ക് പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയണം. അമ്മ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്. ശ്രുതിക്ക് വെള്ളം വെക്കണമെന്ന് പറഞ്ഞു. ശ്രുതിക്ക് ഞാൻ വെള്ളം വെച്ചു, പക്ഷേങ്കിൽ ശ്രുതിക്ക് വെള്ളം വെച്ച് എടുത്തോണ്ട് കൊടുക്കാൻ എന്നോട് പറയരുത്. അതിന് ശ്രുതിയുടെ ഭാര്യ ഉണ്ടല്ലോ, ശ്രുതി ഉണ്ടല്ലോ, അവർക്ക് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അവൾ അവിടെ യോഗ ചെയ്യുവാന്ന് പറയണം. ഇത് കേട്ടോണ്ടിട്ട് സച്ചി പറഞ്ഞു, ഓഹോ അപ്പൊ യോഗ ചെയ്യാനൊക്കെ സമയമുണ്ട്, അപ്പൊ ഇത്തിരി വെള്ളം വെച്ച് നിനക്ക് തരാനാ സമയമില്ലാത്ത. ഇതെന്നാടാ എന്റെ ഭാര്യ എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്യാനിരിക്കുന്നതാണെന്ന് ചോദിക്കും. ഇവിടെ ചന്ദ്രമതി പറഞ്ഞു, നിന്റെ ഭാര്യ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ബാക്കിയുള്ളവരൊക്കെ ജോലിക്ക് പോന്ന. ഓഹോ ഒരു ജോലിയില്ല അവൾക്കല്ലേ? ജോലിക്ക് പോകുന്നേക്കാളും കഷ്ടപ്പാടാ അടുക്കള ജോലിയില്ല, അറിയാലോ. രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് അവളെ അടുക്കള കയറുന്ന, വൈകുന്നേരം നിങ്ങളെല്ലാം കിടന്ന് ഉറങ്ങിയാലും അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം അപ്പോഴും അവളുടെ പണി തീർന്നിട്ടുണ്ടായിരിക്കില്ല. നാണമില്ല അമ്മയ്ക്കിത് പറയാനെന്ന് പറയാം. പിന്നെ എന്റെ ഭാര്യ ഇവന് വെച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതേ സുധി, വേണമെങ്കിൽ നീ നിന്റെ ഭാര്യയോട് പറ വെച്ച് തരാനിട്ട്, അല്ലെങ്കിൽ നീ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി, നീ എന്താണ് സച്ചി ഇങ്ങനെയൊക്കെ പറയണേ? എന്താ ഞാൻ പറഞ്ഞേ കുഴപ്പം? മര്യാദയ്ക്ക് ഞാൻ അങ്ങോട്ട് പറയുന്ന അനുസരിച്ചാൽ മതി, കേട്ടല്ലോ. വേണമെങ്കിൽ ഇവനെ പച്ചവെള്ളത്തിൽ കുളിച്ചോളൂ, അല്ലെങ്കിൽ ഇവൻ തന്നെ വെള്ളം വെച്ച് കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇവന്റെ ഭാര്യ വെച്ച് കൊടുക്കട്ടെ. എന്റെ ഭാര്യയ്ക്ക് അതിനൊന്നും സമയമില്ല. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ
രേവതി പറഞ്ഞു, ഇത് സച്ചേട്ടാ ഒരു വഴക്കുണ്ടാക്കണമെന്ന് പറയണം. നിനക്ക് വേണ്ടി ഞാനാ വാദിച്ചോണ്ടിരിക്കുന്ന അറിയാലോ, അത് പിന്നെ എങ്ങനെ വഴക്കാന്നേ. സച്ചിൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ട് രേവതി സച്ചിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. അപ്പത്തേനും ശ്രുതി പറഞ്ഞു, എന്റെ ദൈവമേ എനിക്ക് ചൂടുവെള്ളമൊന്നും വേണ്ട, ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം എൻ്റെ അമ്മ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോവാണ്. ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് രേവതി സച്ചിനെ കൊണ്ട് മുറിയിലേക്ക് പോയിട്ട് പറഞ്ഞു, സച്ചേട്ടൻ കുളിക്കുന്നില്ല, എനിക്കുണ്ട്, ഞാൻ ചൂടുവെള്ളം എടുത്തോണ്ട് വരട്ടേന്ന് ചോദിക്കുക. വേണ്ട വേണ്ട, ചൂടുവെള്ളം ഒന്നും വേണ്ട, എനിക്ക് ഇതിന് മാത്രം ദേഹത്തിന് ഒരു പ്രശ്നവും, ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം, എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കുന്ന ഇഷ്ടം എന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യ, ആ ഉടുപ്പൊക്കെ ഊരി ഇങ്ങോട്ട് ഇട, ഞാനിതെല്ലാം കഴിയാനുള്ള ഉടുപ്പോടെ എടുത്തോണ്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പോയി. ഈ സമയം സച്ചി എന്ത് ചെയ്യണം, സച്ചി നേരെ അടുക്കളയിലേക്ക് വന്നു. അവൻ ശ്രുതിക്ക് വേണ്ടിയിട്ട് വെള്ളം ചൂടായി നിൽക്കുന്നുണ്ടായിരുന്നു, തിളച്ച വെള്ളം ഇരിക്കുന്നുണ്ടായിരുന്നു. സച്ചി എന്ത് ആ വെള്ളം അങ്ങോട്ട് വാങ്ങി നേരെ പോയി ശ്രുതിയുടെ മുറിയിലേക്ക് തന്നെ മുറിക്കാത്ത ബക്കറ്റിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു വെച്ചു. ഇച്ചിരി വെള്ളം കൂടെ അതിനകത്തേക്ക് പറത്തി ചൂട് നോക്കി, കുഴപ്പമില്ല. പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിയിൽ പാത്രം കൊണ്ട് അടുക്കള വെച്ചിട്ട് ഹാളി വന്നിരിക്കുകയാണ്. ഈ സമയം എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പത്തേനും ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി വന്നിട്ട് ഞാൻ അന്ന് കുളിക്കാൻ പോകാന്ന് പറയണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, ഞാൻ പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്, നീ ചൂടുവെള്ളത്തിലല്ല കുളിക്കുന്നത്, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറയണം, അത് കഴിഞ്ഞിട്ട് നീ കുളിച്ചാൽ മതി എന്ന്. ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിൽക്കുമ്പോഴത്തേനും ശ്രുതി കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോയി. ആ സമയം രേവതിയോട് ചന്ദ്രമതി പറഞ്ഞു, ദേ ശ്രുതി വന്ന് കണ്ടില്ലേ, അവൾക്ക് കോഫി എടുത്തു കൊടുക്കാൻ പറയണം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ എനിക്ക് സാധാ കോഫി വേണ്ട, ഒരു ജിഞ്ചർ കോഫി മതി എന്ന് പറയണം. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, ഓഹോ അപ്പൊ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചാൽ എടുത്തു കൊടുക്കണ്ടേ, ഒന്നിനും കഴിയില്ല, ഒന്നിനും എടുക്കാനും കഴിയില്ല. ഇതെന്ത് പറ്റി പോലും കുളിക്കാൻ പോയ ആളുടെ ഒരു വിവരം കിട്ടുന്നില്ലോ. പെട്ടെന്നാണ് അയ്യോ പൊത്തോന്നുണ്ട് കരച്ചിൽ കേട്ടെ. അമ്മയെ ഓടി വായെന്നും പറഞ്ഞോണ്ട് ശ്രുതി അങ്ങനെ ഒരു ടവലൊക്കെ കൊടുത്തിട്ട് ഓടി അങ്ങോട്ട് വരുവാണ്. എന്താടാ മോനെ, എന്ത് പറ്റി? അമ്മേന്റെ ദേഹം എല്ലാം പുകയി വന്ന് പറയണേ, നീറുന്നു, കാര്യം എന്താടാ? അമ്മ ഞാൻ ചൂടുവെള്ള എന്റെ മേത്തൊഴിച്ചെന്ന് പറയണ. എടാ ചൂടുവെള്ളം അതെങ്ങനെ? അപ്പൊ ഞാൻ പറഞ്ഞല്ലേ പച്ചവെള്ളത്തിൽ കുളിക്കുന്നുള്ളു, ബാത്റൂമിൽ ആരാണ്ട് കൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചു വെച്ചു, ഞാൻ ആ ചൂടുവെള്ളം ദേഹത്ത് ഒരു ഒഴിച്ചെന്ന് പറയാ, എന്റെ ദേഹം എല്ലാം പൊള്ളുന്നമ്മേ, പുകയോ അമ്മയെന്ന് പറഞ്ഞിട്ട് കിടന്ന് തുള്ളുവാണ്. ഇത് കണ്ട സച്ചിക്ക് ചിരി വന്നിട്ട് രക്ഷയില്ല. സച്ചി ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി അത്ര സമയം ഇവിടെ ഇരുന്നേ. പെട്ടെന്ന് രേവതിനെ വിളിക്കുകയാണ്. രേവതി അങ്ങോട്ട് ഓടി വന്നു, എന്താമ്മേ കാര്യം? എടി നീയാണോ ഇതുപോലത്തെ പരിപാടി കാണിച്ചെന്ന് ചോദിക്കുക. എന്ത് പരിപാടി അമ്മേ? നീയാണോ ബാത്റൂമിൽ കൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചേ? അയ്യോ അമ്മ ഞാൻ കൊണ്ട് ഒഴിച്ചു വെച്ചില്ല, സത്യം പറയണം, നീ മനഃപൂർവ്വം ശ്രുതിക്കിട്ട് പണി കൊടുത്തല്ലേ നിൽക്കും. ഇല്ലമ്മ ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ലാന്ന് പറയണം. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, ഞാനാ കൊണ്ട് ഒഴിച്ചു വെച്ചേ. ഓഹോ അപ്പൊ നീ അല്ലേന്ന് ചോദിക്കാം. അല്ല അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ശ്രുതിയല്ലേ പറഞ്ഞു അവന് കുളിക്കാനായിട്ട് ചൂടുവെള്ളം വേണമെന്ന്, അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു വെച്ചാ. ശ്രുതി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ പച്ചവെള്ളത്തിൽ കുളിച്ചോളാന്ന്, പിന്നെ എന്തിനാ കൊണ്ട് ഒഴിച്ചു വെച്ചേന്ന് ചോദിക്കും. ഇത് കേട്ട സച്ചി പറഞ്ഞു, അല്ല നിനക്ക് ചൂടുവെള്ളം വേണം നീ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ട് ഒഴിച്ചു വെച്ചാ, അതിന് ഇതിന് മാത്രം പറയാനൊന്നുമില്ല. ചന്ദ്രമതി പറഞ്ഞു, അപ്പൊ നീ മനഃപൂർവ്വം ചെയ്തല്ലേ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, സച്ചി നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ, നിന്റെ ചേട്ടനത്, ആ ഒരു ബോധം നിനക്കില്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട സച്ചി പറഞ്ഞു, ബോധമുണ്ട്, നല്ല ബോധമുണ്ട്, അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ആരാന്നറിയോ, എന്റെ ഭാര്യ, അവൾ ഈ വീട്ടിലെ വേലക്കാരിയല്ല, ആ ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് പറയാം. രാവിലെ തൊട്ട് ഓരോരുത്തർക്ക് ചൂടുവെള്ളം ജിഞ്ചർ ചായ എന്തൊക്കെയാ വേണ്ടേ, നിനക്കൊരു ജിഞ്ചർ ചായ ഇട്ട് കൊടുക്കാൻ കൈയില്ലേന്ന് ചോദിക്കണം. അല്ലെങ്കിൽ അമ്മയോട് പറ, അമ്മ ഇട്ട് തരട്ടെ, എന്റെ ഭാര്യയാണ് ഇതൊക്കെ ചെയ്തു തരണ്ടേ. പിന്നെ അതിന് മാത്രം വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാ, ദേഹം പൊള്ളാൻ മാത്രം ഒന്നും ഇല്ലാന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രമതി ദൈവമേ എന്റെ മോന്റെ ദേഹം, ഓ ഇതങ്ങോട്ട് ചന്ദ്രമതിക്ക് അങ്ങോട്ട് തേനം കൂടെ ഒഴുകുവാണ്. പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യാം, എന്തേലും എണ്ണ എന്തേലും കൊണ്ട് എടുത്ത് തേച്ചു വെക്കും ദേഹത്ത്, ദേഹം എല്ലാം പൊള്ളണ്ടല്ലോ എന്ന് പറയാണ്. പിന്നീട് അങ്ങോട്ട് പോവാം. എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി സച്ചിക്ക്. സച്ചി ചിരിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം രേവതി പറഞ്ഞു, വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറയണം. എന്ത് വേണ്ടായിരുന്നു? ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ പണി കൊടുക്കണം. പിന്നീട് രേവതിയോട് പറഞ്ഞു, അതെ നീ ഇതിനകത്ത് കയറി ഇടപെടണ്ടെന്ന് പറയണം. ചന്ദ്രമതി അങ്ങോട്ട് വന്നു. കുറേ ശ്രുതിയൊക്കെ വരുവാണ്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ ഭാര്യയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ജോലി എടുപ്പിച്ച് അതെ അവളെ മടിപ്പിക്കാൻ ശ്രമിച്ചോണ്ടല്ലോ, എല്ലാവർക്കും ഇങ്ങനത്തെ പണി ഞാൻ തരും. ഇതൊരു വാണിങ് മാത്രം അറിയാലോ. അവനവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അവനവൻ ചെയ്യണം. 2 മരുമക്കൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്, എല്ലാവർക്കും എന്റെ ഭാര്യ വേണം ചെയ്തു കൊടുക്കാനായിട്ട്. അത് എവിടുത്തെ ന്യായം അത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ ഇമാതിരി പരിപാടിയായിട്ട് വന്നാണ്ടല്ലോ എല്ലാവർക്കും ഇതേ അനുഭവം തന്നെയായിരിക്കും കിട്ടാൻ പോണേന്ന് പറയണം. ഒരു ഞെട്ടലുണ്ടായി ചന്ദ്രമതിയിൽ. കാരണം സച്ചി പറഞ്ഞ് ചെയ്യൂന്ന് പറഞ്ഞാൽ സച്ചി ചെയ്തിരിക്കും. ഇനിയിപ്പോ രേവതിനെ കൊണ്ട് ഇനി ഇങ്ങനെ ബലമായിട്ട് എന്തെങ്കിലും പണികൾ ചെയ്യിച്ചിട്ടുണ്ട്, അതോടുകൂടി തീർന്നു. പിന്നീട് ചന്ദ്രമതി ഇങ്ങനെ അസ്വസ്ഥയായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. അത് ചന്ദ്രമതി എഴുന്നേറ്റ് അങ്ങോട്ടും കൂടെ നടക്കാൻ തുടങ്ങി. ഇതെന്ത് പറ്റി? ഈ നടപ്പ് നീ നേരെ നടക്കുവാണെങ്കിലേ കൊള്ളാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഇതിന് മാത്രം എന്താ ചന്ദ്രൻ നിനക്ക് പറ്റിയെന്ന് ചോദിക്കാം. ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം രവിയേണ്ണ അറിയുന്നുണ്ടോ? എന്ത് കാര്യങ്ങള്? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നറിയാവോ? ആ സച്ചിനെ രേവതിനെ കൊണ്ട് മനുഷ്യൻ മടുത്തു പോകണമെന്ന് അറിയാം. എടി അതിനിപ്പോ എന്താ കാര്യം ഇവിടെ നടന്നേ? നീ കാര്യം എന്താന്ന് പറ.
ദേ സച്ചിയാണെങ്കിൽ സുധിയുടെ മേത്ത് തിളച്ച വെള്ളം കോരി ഒഴിച്ചെന്ന് പറയാണ്. തിളച്ച വെള്ളം കോരി ഒഴിച്ചോ? അവൻ അങ്ങനെ ചെയ്യുവോ? അപ്പത്തേനും സച്ചി അങ്ങോട്ട് വന്നു. എടാ സച്ചി, നീ സുധിയുടെ മേത്ത് തിളച്ച വെള്ളം കോരി ഒഴിച്ചെന്ന് ചോദിക്കും. എന്റെ അച്ഛാ, അതൊക്കെ അമ്മ ചുമ്മാ പറയണല്ലേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വെള്ളം ഞാൻ ബാത്റൂമിൽ കൊണ്ടേ ഒഴിച്ചു വെച്ചാലും ചൂടുവെള്ളം. അത് അവനതൊന്നും ഓർത്തില്ല. അവനെടുത്ത് ദേഹത്തേക്ക് ഒഴിച്ചു. അല്ല അച്ഛാ, ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ആ വെള്ളത്തിലൊന്ന് കൈയിട്ടിട്ടല്ലേ ദേഹത്തേക്ക് കോരി ഒഴിക്കുന്നേ. ഇവനത് അപ്പം തന്നെ ദേഹത്തേക്ക് കോരി ഒഴിച്ചു. അതെന്റെ കുഴപ്പമല്ല, അവന്റെ കുഴപ്പമല്ലേ. അവൻ നോക്കണ്ടേ ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്നൊക്കെ. ചന്ദ്രമതി പറഞ്ഞു, മനഃപൂർവ്വം ചെയ്ത രവിയേട്ടാ. ചൂടുവെള്ളം അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൊടുക്കല്ലാന്ന് പറയുകയും ചെയ്തു. പിന്നെ അവൻ പച്ചവെള്ളത്തിൽ കുളിക്കാന്നും പറഞ്ഞു പോയി. ആ സമയത്ത് സച്ച് കൊണ്ടതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചു വെച്ചെന്ന് പറയാണ്. ഇത് കേട്ട സച്ച് പറഞ്ഞു, അച്ഛാ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കുറെയൊക്കെ അവന്റെ ആക്ടിങ്ങാ പുള്ളിന്ന് പറഞ്ഞോണ്ട്, അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ടൻ രവീന്ദ്രന് സത്യം പറഞ്ഞ് ചിരി വന്നു. സച്ചിയോട് പറഞ്ഞു, നീ ജോലിക്ക് പോകുന്നതിന്റെ പോകാൻ നോക്കണമെന്ന് പറഞ്ഞ് സച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഈ സമയം രവീന്ദ്രനോട് ചന്ദ്രമതി പറഞ്ഞു, ഓഹോ, അപ്പൊ അവന്റെ ദേഹം പൊള്ളിയതൊന്നും കുഴപ്പമില്ലല്ലേന്ന് ചോദിക്കണം. എന്റെ ചന്ദ്രേ, അവൻ വെറുതെ ഒരു തമാശ കാണിച്ചല്ലേ സച്ചി. പിന്നെ തമാശ ഇതാണോ വലിയ തമാശ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുടുംബത്തിലാണ് ഓരോ ദിവസം ചെല്ലുന്ന പ്രശ്നങ്ങൾ കൂടിക്കൂടി വരിക. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാ. എന്റെ ചന്ദ്രേ, പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ആരാ? ഞാനാണോ? ഇത് കേട്ടപ്പോ ചന്ദ്രമതിച്ച് ഞാനാണെന്ന് ചോദിക്കാം. പിന്നെ അല്ലാതെ നീ വെറുതെ എന്തിനാ കാര്യമുള്ള കാര്യത്തിനും ഇല്ലാത്ത കാര്യത്തിനും ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കയറി തലയിടേണ്ട കാര്യമുണ്ടോ? നിനക്ക് നിന്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെന്ന് ചോദിക്കണം. ഇതേ ഇവിടെ 2 മരുമക്കളുണ്ട്. ഓഹോ, അപ്പൊ 2 മരുമക്കളേ ഉള്ളൂ. മൂന്നാമത്തെ മരുമകളെ നീ മരുമകളായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ലെന്ന് ചോദിക്കണം. അല്ല, ഞാൻ പറഞ്ഞേ ശ്രുതിയുടെ വർഷയുടെ കാര്യം. അവര് നല്ല വീട്ടിൽ നിന്ന് വന്നതല്ലേ. ഓഹോ, അപ്പൊ രേവതിക്ക് ഇച്ചിരി പണം കുറവായതുകൊണ്ട് അവളെ അങ്ങ് താഴ്ത്തി കിട്ടിയല്ലേന്ന് ചോദിക്കാം. അതല്ലേ രവിയേട്ടാ പറഞ്ഞേ, അവരൊക്കെ വലിയ വലിയ വീട്ടിൽ നിന്ന് വന്നതല്ലേ, അവർക്കൊന്നിനും ഒരു കുറവ് വരില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആ രേവതിനെ കൂടി ചെയ്യിക്കുന്നു പറയാ. ഇത് കേട്ടത് രവീന്ദ്രൻ ചോദിച്ചു, എന്താ രേവതിക്ക് മാത്രം ഇതൊക്കെ ചെയ്യത്തുള്ളോ, നിനക്ക് ചെയ്യത്തില്ലേന്ന് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഈ തരംതിരിവ് അതെന്ന് നിർത്തുന്നോ അന്നോ നിനക്ക് ഗതി പിടിക്കോളെന്ന് പറയാം. എന്റെ രവിയേട്ടാ, അതുകൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അവർക്കൊരു കാരണവശാലും ഇവിടെ കുറവും വരില്ല. അങ്ങനെ എന്തും വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ വീട് വിട്ടാൻ കൂടെ പോകും. ആഹാ, അങ്ങനെ പോകുന്നവരെ അങ്ങനെ പോട്ടെ എന്ന് വെക്കണം. അതല്ലല്ലോ രവിയേട്ടന്റെ അത് ശരി. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുമെന്ന് പറ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. ഞാൻ നോക്കിയിട്ട് സച്ചിൻ രേവതി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവരെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് പറയാം. നീ എന്താ പറഞ്ഞേ? അത് പിന്നെ രവിയേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഓരോ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരെ ഓരോ ദിവസം വീട്ടില്. അപ്പൊ അവരിവിടുന്ന് മാറി താമസിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴാണെങ്കിലോ നമുക്കാണ് മുറി പോലും ഇല്ലാതെ നമ്മൾ ഹാളിലെ വന്ന് കിടക്കുന്നേ. ഇപ്പൊ രേവതി സച്ചി ആ മുറിയിൽ നിന്ന് അങ്ങോട്ട് മാറുവാണെങ്കിൽ നമുക്ക് ആ മുറി എടുക്കാലോ, നമുക്ക് അവിടെ താമസിക്കാലോ. പിന്നെന്താ കുഴപ്പമിരിക്കണേ? അവര് മാറി താമസിക്കട്ടെ. എല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ വേണം നിർബന്ധം പിടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് നിൽക്കുക. ഇത് കേട്ടൻ രവീന്ദ്രൻ കുറെ സമയം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാ. ചന്ദ്രമതിക്കല്ല എന്തെന്നില്ലാത്ത സന്തോഷം. രവിയേട്ടൻ തന്നെ ചീത്തയൊന്നും പറഞ്ഞല്ലോ, ആലോചിക്കട്ടെ എന്നല്ലേ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ല എന്നോർത്തുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഹാളിലേക്ക് വരുമ്പോഴത്തേനും വർഷ ടേബിളിന്റെ മോളിൽ കയറി നിന്ന് ഫോണും പിടിച്ചോണ്ട് നിൽക്കും. അയ്യോ മോളെ, നീ ഇതെന്താ കാണിക്കണമെന്ന് നിൽക്കും. അയ്യോ ആന്റി, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറയാണ്. വീണ്ടും വർഷം അടുത്ത കസാലിലേക്ക് ചാടുവാണ്. അയ്യോ മോളെ, താഴേക്ക് വീണും വല്ല കയ്യും കാലും കൂടി, ഇതെന്താ കാണിക്കണേ? എന്റെ ആന്റി ഫോൺ വിളിച്ചോണ്ടിരുന്നപ്പോ ഫോൺ കട്ടായപ്പോ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറയാണ്. അതിന് നീ ഇങ്ങനെ ചാടി കളിച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാണ്. ഇതിപ്പോ എന്തിനാ, ആരെ വിളിക്കാനാ? അത് പിന്നെ ആന്റി, എനിക്ക് ഒരു ജ്യൂസ് കുടിക്കണം, അപ്പൊ ഒരു ജ്യൂസ് ഓർഡർ ചെയ്യാനെന്ന് പറയും. ഓ, അതാണ് കാര്യം, നീ ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണം. മോളെ, നമുക്കിവിടെ ജ്യൂസ് കട ഉണ്ടല്ലോ എന്ന് പറയും. ജ്യൂസ് കട എവിടെയുണ്ട്? നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മിഷൻ. അതാരാ? അതേതാന്നൊക്കെ ചോദിക്കണം. രേവതി നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരും, നല്ല സൂപ്പർ ജ്യൂസ് അവൾക്ക് ഉണ്ടാക്കി തരും. അവൾക്ക് ഉണ്ടാക്കാൻ അറിയാം. മോൾക്ക് എന്താ ജ്യൂസാ വേണ്ടേ? എനിക്കൊരു ആപ്പിൾ ജ്യൂസ് മതി. അതാണ് കാര്യം. പിന്നീട് ചന്ദ്രമതി അവിടെ നിന്ന് രേവതി എന്ന് വിളിക്കുകയാണ്. രേവതി അങ്ങോട്ട് എന്താ എന്താ കാര്യം? അതെ, വർഷ മോൾക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക, ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. ഇത് കേട്ടോ രേവതി വർഷേനെ നോക്കി. വർഷ പെട്ടെന്ന് പറഞ്ഞു, അതെ എനിക്കിതൊന്നും അറിയത്തില്ലാത്തോണ്ടാന്ന് പറയണം. ശരി, ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ ചന്ദ്രമതി വിളിച്ചു പറഞ്ഞു, അതെ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിയണം, ആപ്പിളൊക്കെ നന്നായിട്ട് കഴിയിട്ട് ഉണ്ടാക്കാമെന്ന് പറയണം. രേവതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. ഇത്തിരി കഴിയുമ്പോൾ ജ്യൂസും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. വർഷ മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ജ്യൂസ് അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി വേണ്ട, നീ കൊണ്ടേ കൊടുക്കണ്ട, അതിവിടെ വെച്ചേക്കാൻ പറയണം. അമ്മ ഞാൻ കൊണ്ടേ കൊടുക്കാം, വേണ്ടെന്ന് പറഞ്ഞില്ലെന്ന് പറയണം. അങ്ങനെ ജ്യൂസ് അവിടെ വെച്ചു. രേവതി അങ്ങോട്ട് അകത്തേക്ക് അവിടെ കയറിപ്പോയും ചെയ്തു. പെട്ടെന്ന് ചന്ദ്രമതി അവിടെ ഇരുന്നിട്ട് ശ്രുതിനെ വിളിക്കുകയാണ്. മോളെ ശ്രുതി, ഇങ്ങോട്ട് വരാൻ പറയാണ്. ശ്രുതി അങ്ങോട്ട് വന്നു. എന്താമ്മ, എന്താ വിളിച്ചേ? മോളെ, ഇതേ ഈ ആപ്പിൾ ജ്യൂസ് എന്ന് പറയണം. ആപ്പിൾ ജ്യൂസ് എന്ന് കേട്ടപ്പോൾ ശ്രുതി ഓർത്തു തനിക്ക് വേണ്ടിയിട്ട് രേവതിനെ കൊണ്ട് അമ്മ ഉണ്ടാക്കിച്ചായിരിക്കുന്നു. പെട്ടെന്ന്
താങ്ക് യു ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അത് മോളെ ഇത് മോൾക്കുള്ളതല്ല, ഇത് മോള് കൊണ്ടുപോയി വർഷയ്ക്ക് കൊടുക്കാൻ പറയണം. ശ്രുതിയുടെ മുഖത്തൊരു അടി ഏറ്റുവല്ലേ ഇപ്പേ. ഇത് കണ്ടോണ്ടാ സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. സച്ചി പറഞ്ഞു, ആഹാ പദവിയൊക്കെ ഇപ്പൊ പോയോന്ന് ചോദിക്കുവാണ്. ഇതോടും ചന്ദ്രമതി, നീ എന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇത്രയും നാളും പദവി അലങ്കാരം ഒക്കെ കൊടുത്തോണ്ടിരുന്നേ ശ്രുതിക്കായിരുന്നു. ഇപ്പൊ ആ പദവിയല്ല ഇപ്പൊ വർഷയ്ക്കായോ? കൊള്ളാലോ, നല്ല കളിയാണല്ലോ. ഒരു ജ്യൂസിന്റെ പവറേ, എന്റെ ദൈവമേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശരിയാ പറഞ്ഞു, ഇത്രയും കാലം തന്നെയാ ജ്യൂസൊക്കെ കുടിപ്പിച്ചോണ്ടിരുന്നത്. ഇപ്പൊ താൻ കൊണ്ട് വർഷയ്ക്ക് കൊടുക്കണം പോലും ജ്യൂസ്. അയ്യോ, ആകെപ്പാടെ നാണക്കേടായിപ്പോയി. എന്നാൽ അമ്മേനെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. കാരണം ഇതെന്താണെന്നറിയോ, ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ 50 പവന്റെയാ. 50 പവന്റെ എന്താന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം വർഷയുടെ വീട്ടിൽ നിന്ന് 50 പവൻ കൊടുത്തില്ലേ? അപ്പൊ അതാ ഒരു ജ്യൂസിന്റെ പവർ ഇതാണ്. ഇനിയിപ്പൊ നാളെ ഒരു 51 പവൻ ശ്രുതി കൊണ്ടേ കൊടുത്തു നോക്ക് ശ്രുതിയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ ഈ ജ്യൂസ് തിരികെ ശ്രുതിയുടെ കൈ വരും. അതുപോലെ തന്നെ ഒരു 52 പവൻ രേവതി കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ ഈ ജ്യൂസ് നേരെ രേവതിയുടെ കൈ വരുമെന്ന് പറയാണ്. ചന്ദ്രമതി, നീ ഒന്ന് പോ സച്ചി എന്ന് പറയണം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ശ്രുതിക്കും മനസ്സിലായി, അമ്മ ശരിക്കും തന്നെ ഇപ്പൊ താഴ്ത്തി കെട്ടാനാണ് ശ്രമിക്കുന്നേ. താനിപ്പം വർഷയ്ക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. പിന്നീട് ജ്യൂസുമായിട്ട് നേരെ വർഷയുടെ മുറിയിലേക്ക് ഇരുവാണ്. എന്നിട്ട് ഇത് വർഷ ജ്യൂസ് എന്ന് പറയാണ്. അങ്ങനെ ജ്യൂസ് മേടിച്ച് വർഷ കുടിക്കുകയാണ്. വർഷ കുടിച്ച ഗ്ലാസും അവിടെ വെച്ചു. ശ്രുതി നേരെ അങ്ങോട്ട് പോരുവാണ്. ശ്രുതിക്ക് വല്ലാത്തൊരു വിമിഷ്ടമൊക്കെ അനുഭവപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തോ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമെന്നോർത്ത് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പത്തേനും വർഷം അങ്ങോട്ട് ഇറങ്ങി വന്നു. വർഷം കയ്യും കാലിലും മഹാവൃത്തികേടായിട്ടിരിക്കും. ഒരു നെയിൽ കട്ടർ വേണമെന്ന് കട്ട് ചെയ്യാനായിട്ട്. വർഷം നേരെ ചന്ദ്രമതി എടുത്തിട്ട് വന്നു. അതെ അമ്മേ, നെയിൽ കട്ടർ ഉണ്ടോന്ന് ചോദിക്കാം. എന്തിനാ മോളെ? അത് ഇന്ന് അഹമൊക്കെ വെട്ടാറായെന്ന് പറയണം. അതാണ് കുഴപ്പം. നമ്മുടെ വീട്ടിൽ ബ്യൂട്ടീഷ്യൻ ഇല്ലേ, പിന്നെന്താ കുഴപ്പം? ഇപ്പൊ തന്നെ ഞാൻ ശ്രുതിനെ ഇങ്ങോട്ട് വിളിക്കാം. അവൾ വന്ന് ഈ കൈയും കാലും ഒക്കെ വൃത്തിയാക്കി തരും എന്ന് പറയാണ്. പിന്നീട് ശ്രുതിനെ വിളിക്കുക. വിളിച്ചു ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. ഈ ആന്റി എന്തിനാണ് വീണ്ടും വീണ്ടും വിളിക്കുന്നത്? എന്താ അമ്മ കാര്യം? എന്താ വിളിച്ചതെന്ന് ചോദിക്കാണ്. അതെ, ഈ കൈയും കാലും ഒന്ന് വർഷയുടെ വൃത്തിയാക്കി കൊടുക്കാൻ പറയണം. അതിനെന്തോ പേര് പറയൂലോ, പെഡിക്യൂരും മാനിക്യൂറുവാ. അത് തന്നെ, അത് ചെയ്തു കൊടുക്കാൻ പറയണം. ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലോ. പെട്ടെന്ന് വർഷ പറഞ്ഞു, അത് പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞ് വർഷം നിൽക്കുവാണ്. അല്ല, ഇതിന് എത്ര രൂപയാവുന്നതെന്ന് ചോദിക്കണം. ചന്ദ്രമതി പറഞ്ഞു, പൈസയോ? നമ്മുടെ വീട്ടിലുള്ള ആളല്ലേ, പിന്നെ എന്തിനാ പൈസ കൊടുക്കുന്നത്? അതിന് നിന്ന് കാര്യമില്ല, ചെയ്തു തരുമെന്ന് പറയണം. ആകെപ്പാടെ തകർന്ന തരിപ്പണമായിട്ട് ശ്രുതി നിൽക്കുവാണ്. അങ്ങനെ ശ്രുതിയുടെ അഹങ്കാരത്തിന് നല്ല 8ന്റെ പണി കിട്ടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയണ്ടേ. ഇനി ചന്ദ്രമതി പുതിയ വല്ല അടവുകളൊക്കെ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പൊ ഇതിനുശേഷം വൈകുന്നേരം എല്ലാ ദിവസവും ഞാൻ നാളത്തെ പ്രമോ എന്നും പറഞ്ഞുകൊണ്ട് വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. രേവതിയുടെ സച്ചിയുടെ അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളാട്ടോ. അപ്പോൾ അതും എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.